കുഞ്ഞിനെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ കുറച്ചുകൂടെ ആ ട്രോമ മാറാനുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ അതുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ഇന്നലെ കുഞ്ഞിൻ്റെ മൂത്ത ചേച്ചി വന്നതോടെ വളരെ ഹാപ്പി ആയിരുന്നതാണ്. പക്ഷെ ഇന്ന് രാവിലെ ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ട്. അതുകൂടെ പരിശോധിച്ചിട്ട് എല്ലാ നിലയിലും ആ ട്രോമയിൽ നിന്ന് കുഞ്ഞ് മുക്തമായിട്ടില്ല. എല്ലാം പരിശോധിച്ചിട്ട് ഒരു 100% സേഫായി എന്ന് ബോധ്യപ്പെട്ടിട്ടായിരിക്കും ഡിസ്ചാർജ്. ഞാൻ ഈ കുഞ്ഞിനെ കഴിഞ്ഞ ആഴ്ച മുതൽ ഓരോ ദിവസം ഡിസ്ചാർജ് ചെയ്തേക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു. ചിന്നക്കനാലിൽ പോയി അവരുടെ വീട്ടിൽ പോയി കണ്ട് ചില കാര്യങ്ങൾ പറയണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. വളരെ നിർഭാഗ്യകരമായൊരു സംഭവം ഉണ്ടായി. പക്ഷേ ഗവൺമെൻറ് മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മാതൃകാപരമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം ഈ കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചതാണ്. അമ്മയുടെ പോയതോടെ 2 കുഞ്ഞുങ്ങൾ അനാഥമാകും. പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ അവർക്ക് അർഹതയുള്ള 50% തുക ഇപ്പോൾ തന്നെ 2 മക്കളുടെ പേർക്കായിട്ട് FD ഇടുകയും അത് എല്ലാ മാസവും അതുമായി ബന്ധപ്പെട്ട ഫീസും പഠനത്തിനുമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അവിടുത്തെ ഒരു സീനിയർ ഓഫീസറെ ഈ കുട്ടികളുടെ മെൻറ്ററായി അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ 18 വയസ്സാകുന്നതിന് വരെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ ഒരു നല്ല അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അല്ല, പൊതുരംഗത്ത് നിൽക്കുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഒരു മന്ത്രിസ്ഥാനത്തേക്ക് വരുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 5 പേരാണ് ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത്. 2 പേര് വയനാട്, 1 അതിരമ്പള്ളിയിൽ, 1 ചിന്നക്കനാലിൽ, 1 വനത്തിനകത്ത്, കോതമംഗലം വനത്തിനകത്ത്. 5 മരണങ്ങളാണ് ഉണ്ടായത്. അത് ഞാൻ മുൻ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനൊന്നും ഈ സന്ദർഭം വിനിയോഗിക്കുന്നില്ല. പക്ഷേ അതിരമ്പള്ളിയിൽ ചെന്നു ആദ്യമായിട്ടൊരു സ്പെഷ്യൽ 100 പേരുടെ ഒരു ഫോഴ്സിനെ ഇട്ടുകൊണ്ട് ആനകളെ കാട്ടിലേക്ക് തിരിച്ചയക്കുന്ന ആന എന്ന് പറഞ്ഞാൽ നമ്മൾ അതിരമ്പള്ളിയിലെ സ്ഥിതി കാട്ടിൽ നിന്ന് വന്ന് ആക്രമിക്കുകയല്ല. ജനവാസ മേഖലയിൽ കുറേ കാലമായിട്ട് 17-18 ആനകൾ അവിടെ നിൽപ്പുണ്ട്. ജനങ്ങളുടെ ഇടയിൽ തന്നെ നിൽക്കുകയാണ്. അതിനെ തിരിച്ച് കാട്ടിലേക്ക് ഓടിക്കുന്ന ഒരു പ്രക്രിയ 11, എനിക്ക് അവസാനം വിവരം കിട്ടിയപ്പോൾ 11 എണ്ണത്തിനെ തിരിച്ച് കാട്ടിലേക്ക് ഓടിച്ചു. പിന്നെ 5-6 ബാക്കിയുണ്ട്. അതാണ്. പിന്നെ ഇതിൻ്റെ രൂക്ഷത കണക്കിലെടുത്തുകൊണ്ട് ഇതിനകത്ത് തന്നെ 500 പേരുടെ ഒരു സ്പെഷ്യൽ റിസർവ് ഫോഴ്സ്, ഇതിനു വേണ്ടി മാത്രം ഒരു റിസർവ് ഫോഴ്സിനെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് കിടക്കണം. അത് പ്രത്യേകിച്ച് ഈ മേഖലയുമായി പരിചയമുള്ള, പ്രത്യേകിച്ച് ആദിവാസി മേഖലയിൽ നിന്ന് അവരെ കിട്ടുന്നെങ്കിൽ അവർക്കാണല്ലോ ഏറ്റവും അറിവുള്ളത്. അങ്ങനെയുള്ളവരെ എടുത്ത് ട്രെയിൻ ചെയ്ത ഒരു റിസർവ് ഫോഴ്സ്. പിന്നെ വളരെ സങ്കീർണമായൊരു വിഷയമാണ്. ആ വിഷയം വരുമ്പോൾ എല്ലാവരും സഹകരിക്കുകയാണ് വേണ്ടത്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, മുൻ ഗവൺമെൻറ്റിനെ ഇപ്പോൾ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഈ പറഞ്ഞ വിമർശനങ്ങൾക്കൊക്കെ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിമർശനങ്ങൾക്കൊക്കെ മറുപടിയുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ 31-ാം ദിവസമാകുന്നതേ ഉള്ളൂ ഈ ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്തിട്ട്. സത്യപ്രതിജ്ഞ ചെയ്തൊരു മന്ത്രി ഓഫീസിലേക്ക് പോകുന്നു, പ്രവർത്തനം ആരംഭിക്കുന്നതിനൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് 2 ഫേസ്ബുക്ക് പോസ്റ്റും ഒരു പത്രസമ്മേളനവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തി. അദ്ദേഹം ഈ കുഞ്ഞിനെ കാണാൻ വന്നു. നല്ല കാര്യം. തീർച്ചയായിട്ടും ഈ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക്, വിക്ടിംസിന് ആർക്കൊക്കെ നമുക്ക് അവരുടെ ഒരു കൈപിടിച്ച് മുഖ്യധാരയിൽ കൊണ്ടുവരാം എന്നുള്ളത് പരിശോധിക്കുന്ന നല്ല കാര്യം. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ 22 പേര് മരിച്ചു. അന്നെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്നെങ്കിൽ ഇത് ഈ അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ വനാതിർത്തി എത്തില്ലായിരുന്നു. ഓരോ പ്രദേശത്തും ഉണ്ടായപ്പോൾ എന്തുകൊണ്ടോ അന്ന് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. ഞാൻ കുറ്റം പറയുകയല്ല. അതുകൊണ്ട് നമുക്കെല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇതെല്ലാവരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടേ ഇത് പരിഹാരമുള്ളൂ. ഇതിന് ഈ പറഞ്ഞതുപോലെ ഞാൻ ഓരോ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം പറയാമോ. ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരുകൾ ഏതായാലും ഈ വിഷയം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കേന്ദ്ര നിയമത്തിലുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ, അല്ലെങ്കിൽ ആ നിയമത്തിലുള്ള മാറ്റമല്ല വേണ്ടത്. അല്ല, കേന്ദ്രത്തിൻ്റെ നിയമം ഏത് നിയമം? ഇപ്പം
കൊല്ലാൻ അധികാരമില്ല എന്നുള്ളത് ശരി. നമുക്കിപ്പോൾ എടുത്തു വെച്ച് കൊല്ലണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമുക്കിതെല്ലാം പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ശാസ്ത്രീയമായി ഇതിൻ്റെ എണ്ണത്തിൻ്റെ പെരുപ്പമാണോ കാരണം? ആ വനത്തിനകത്ത് എന്തെങ്കിലും സവിശേഷത? വനത്തിനകത്ത് കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ചെയ്ത ആന മണ്ടത്തരങ്ങളുണ്ട്. അക്കേഷ്യ വെച്ച് പിടിപ്പിച്ചത്, യൂക്കാലി വെച്ച് പിടിപ്പിച്ചത്, ഇപ്പോൾ അതാ സെന്ന മഞ്ഞക്കൊന്നയുടെ വിഷയം, ഇതെല്ലാം മാറ്റേണ്ടതുണ്ട്. അതോടൊപ്പം വനത്തിനകത്ത് ഇതെല്ലാം കാരണം തന്നെ ഈ അധിനിവേശ സസ്യങ്ങൾ കാരണം പുൽമേടുകൾ നശിപ്പിക്കുന്നു, ചെറിയ മൃഗങ്ങൾ അവിടുന്ന് അകന്നു പോകുന്നു, അന്നേരം കടുവ പോലുള്ള ഇതിലേക്ക് വരുന്നു. ആന വരുന്നിറങ്ങാനുള്ള ഓരോ സ്ഥലത്തും ഓരോ കാരണങ്ങളുണ്ട്. ഇപ്പോൾ അതിരമ്പള്ളിയിൽ എന്താ കാരണം? 2020 വരെ ഒരു ആന പോലും, ഒരു മരണം പോലും ഉണ്ടായിട്ടില്ല. അവിടുത്തെ ആൾക്കാർ പറയുന്നത് അവർക്ക് ആനയെ കാണണമെങ്കിൽ വനത്തിനകത്ത് പോകണമായിരുന്നു. അവിടെ 18 ആനയാണ് തമ്പടിച്ചേക്കുന്നത്. എന്താ കാരണം? അവിടെ പൈനാപ്പിൾ കൃഷി തുടങ്ങി, ഇതിൻ്റെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ, അതൊരു കാര്യമാണ്, അത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. അന്നേരം ഇതെല്ലാം മനുഷ്യനിർമ്മിതമായ പ്രശ്നങ്ങളും ഇതിൻ്റെ ഘടകങ്ങളായിട്ടുണ്ട്. ഇതെല്ലാം ഒറ്റയടിക്ക് പരിഹാരം കാണാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഇത് കൈകോർത്ത് നിന്നുകൊണ്ട് ഇതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ലക്ഷ്യം. അല്ല, ഇപ്പോൾ ആകെ 28 RRT സംഘങ്ങളാണുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൻ്റെ ദേശീയപാത കാസർഗോഡും തിരുവനന്തപുരം വരെ നോക്കിക്കഴിഞ്ഞാൽ 600 കിലോമീറ്റർ. വനാതിർത്തി എന്ന് പറഞ്ഞാൽ 6000 കിലോമീറ്ററാണ്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ആ വനാതിർത്തിയിൽ 28 RRT അപര്യാപ്തമാണ് എന്നുള്ളത് സത്യമാണ്. അല്ല, ഇതിനെല്ലാം പരിഹാരം കണ്ടേ. ഇനിയിപ്പോൾ ഒരു ബഡ്ജറ്റ്, ഈ 19-ാം തീയതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നേ ഉള്ളൂ. ഈ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള തുക അനുവദിച്ച് പ്രോജക്റ്റുകൾ വെക്കാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. അന്നേരം വിമർശനം തുടങ്ങിക്കഴിഞ്ഞു. വിമർശനം പിന്നെ ചിലരൊക്കെ നടത്തുന്ന വിമർശനങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം. കാര്യം ജൂൺ മാസത്തിലൊന്നും കേരളത്തിൽ മുമ്പൊന്നും കാട്ടാന ആക്രമണം ഉണ്ടാകുമായിരുന്നില്ല, കാട്ടാന ഇത്രത്തോളം ഇറങ്ങുമായിരുന്നില്ല. പ്രത്യേക സാഹചര്യമാണ്. അത് പഠിക്കാൻ ഒരു പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് ഇതിനിടയിൽ പറഞ്ഞിരുന്നു. അത്തരം ഒരു സമിതിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെയൊക്കെ പൊതുബോധം എന്താണ്? വേനൽക്കാലമാകുമ്പോൾ മൃഗങ്ങൾ കാട്ടിനകത്ത് വെള്ളം കിട്ടാത്തത് കൊണ്ട് ഇറങ്ങി വരും. ഇപ്പോൾ നടന്നിരിക്കുന്ന 5 മരണവും വേനൽ കഴിഞ്ഞ് നല്ല മഴക്കാലത്ത്. ഇത് പഠിക്കേണ്ടതുണ്ട്. ഞാൻ ചുരുങ്ങിയ ദിവസം കൊണ്ട് പഠിച്ചതിൽ ഒരു സവിശേഷത എന്താണെന്ന് അറിയാൻ വയ്യാത്ത, ഈ ആനയുടെ മുൻകാലങ്ങളിലുള്ള ആനക്കൂട്ടം എന്ന് പറഞ്ഞാൽ 30-40 എണ്ണമായിരുന്നു ഒരുമിച്ച്. അതിലൊരു മേട്രിയാർക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിചയമുള്ളതെല്ലാം എങ്ങനെ നിയന്ത്രിക്കണമെന്നുള്ള മേട്രിയാർക്കിൽ ഒരു സംവിധാനമായിരുന്നു ആനയുടെ. ഇപ്പം കാണുന്നത്, നമ്മൾ കാണുന്ന സവിശേഷത പറഞ്ഞാൽ ചെറിയ കൂട്ടങ്ങളാണ്, 4, 5, 6. ആ നിലയിലേക്കുള്ളൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ എനിക്ക് തരുന്ന വിവരം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എനിക്കറിയില്ല. നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓരോ കാര്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. അവിടെ ക്യാരിയിങ് കപ്പാസിറ്റിയും എണ്ണം വർധനമാണോ ഉള്ളത്? ഇപ്പം ചിന്നക്കനാലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉദ്യോഗസ്ഥർ നൽകുന്ന കണക്ക്, ചിന്നക്കനാലിലെ പറഞ്ഞതുപോലെ ആനയിറങ്ങൽ എന്നാണല്ലോ സ്ഥലത്തിൻ്റെ പേര് തന്നെ. ആന ഇറങ്ങുന്ന സ്ഥലത്ത്, അവിടെ തന്നെ അതിൻ്റെ പരിസരത്താണ് റീഹാബിലിറ്റേഷൻ നടന്നത്. അവിടെ അന്നേരം ആന സ്ഥിരമായിട്ടുണ്ട്. പലരും അവിടെ താമസിക്കുന്നവർ ആനയായിട്ട് വളരെ ഇഴുകിച്ചേർന്ന് ഒരു പ്രശ്നമില്ല, അതിനുമായിട്ട് സഹകരിച്ച് പോകുന്ന നിലയിൽ മനോഭാവമുള്ളവരുമുണ്ട്. എന്നാൽ ബാക്കിയുള്ളവർക്ക് ഇത് വലിയ ഭയമുണ്ട്. പിന്നെ അവിടെ നേരത്തെ 18 ആന ഉണ്ടായിരുന്ന ഇപ്പോൾ 11 ആയതോ പകുതിയായി കുറഞ്ഞു എന്നാണ് ചില വിവരങ്ങൾ വരുന്നത്. പിന്നെ ഇതെല്ലാം ശാസ്ത്രീയമായ ഒരു പഠനവും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഇപ്പോൾ ഈ മുട്ടൽ മരമുറിയുമായി ബന്ധപ്പെട്ട് മരങ്ങൾ ലേലം ചെയ്യാൻ കോടതി അനുമതി കൊടുക്കുന്ന ഒരു വാർത്തയുണ്ട്. മുട്ടൽ മരമുറി ഫോറസ്റ്റിൻ്റെ പരിധിയിലേ വരുന്നതല്ല, അത് റവന്യൂവിൻ്റെ പരിധിയിൽ വരുന്ന ഇതാണ്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. ഫോറസ്റ്റിന് കൂടി പോയാൽ മോഷണത്തിന് കേസെടുക്കാവുന്നല്ലാതെ ഫോറസ്റ്റിന് അതിലുമായിട്ട് യാതൊരു ബന്ധവും. ഈ മരങ്ങൾ, മുറിച്ച മരങ്ങൾ നിലവിൽ വനംവകുപ്പിൻ്റെ എടുക്കുമല്ലേ? അല്ല, ഞങ്ങൾ എൻ്റെ കസ്റ്റോഡിയനായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് അത് വനംവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമല്ല. തീർച്ചയായിട്ടും ഗവൺമെൻറ് അത് കർശനമായി പറഞ്ഞതുപോലെ കേസിൻ്റെ വഴി അത് മുന്നോട്ട് കൊണ്ടുപോകും, ഒരു തർക്കമൊന്നുമില്ല. പിന്നെ അല്ല, ഞാനത് പഠിച്ചിട്ടില്ല. ഞാൻ പഠിക്കാത്ത ഒരു കാര്യം ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. പക്ഷേ കോടതി അനുമതി നൽകുന്നേ, ലേലം ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് വനംവകുപ്പിനാണെന്നാണ്. അങ്ങനെ തീർച്ചയായിട്ടും ലേലം ചെയ്തു കൊടുക്കും. ഇന്നത്തെ വിധിയാണോ ഞാൻ പറഞ്ഞില്ല.
ഓക്കെ, അത് ചെയ്യാം. പിന്നെ എനിക്ക് മാധ്യമങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. കഴിഞ്ഞ ദിവസം മണിയാശാൻ എനിക്കെതിരെ ചില പരാമർശം നടത്തി. അത് ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ്, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ ഒരു മറുപടി പറയണം. ഈ കടപ്പുറത്ത് കിടക്കുന്നവൻ എന്നും കടപ്പുറത്ത് കിടക്കാനുള്ളവനാണോ എന്നുള്ളത്. കാരണം ഞാൻ ചോദിക്കട്ടെ, ആ മനോഭാവം CPM പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വന്നു ചേരുന്നത് എങ്ങനെയാണ്? ഞാൻ അഭിമാനിക്കുന്നത്, ഞാൻ കടപ്പുറത്ത് ജനിച്ചതാണ്, തീരപ്രദേശത്തുകാരനാണ്. പക്ഷെ അതുകൊണ്ട് എന്നും അവിടെ തന്നെ കിടക്കുന്നവൻ അല്ലാത്തവൻ വിവരദോഷിയാകുന്നു എന്നുള്ളതൊക്കെ പറയുമ്പോൾ എനിക്കതിലൊരു കാര്യം, ഞാനത് ശ്രദ്ധാപൂർവം മാധ്യമങ്ങളോട് പറയുന്നത്, ഞാനത് കണ്ടു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ആ മനുഷ്യൻ്റെ പ്രായത്തോട് നിങ്ങളൊരു ബഹുമാനം കാണിക്കട്ടെ. അത് എൻ്റെ ഇതാണെങ്കിൽ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനലാണ് അത് ചെയ്തത്. അദ്ദേഹത്തിന് ആരാ മന്ത്രി എന്ന് പോലും അറിയില്ല. അദ്ദേഹത്തിന് ആരാ മന്ത്രി എന്നറിയില്ല. അദ്ദേഹം ചോദിക്കുകയാണ് ആരാ മന്ത്രി. അന്നേരം പറയുന്നു ഷിബു ബേബി ജോൺ എന്ന് പറയുന്നു. ആ ഷിബു ബേബി ജോൺ കടപ്പുറത്ത് കിടക്കുന്നവൻ, വിവരമില്ലാത്തവനാണ്. ഞാൻ പറഞ്ഞു ആ മനുഷ്യനോടൊരു ചെന്ന് അയാളെ, അദ്ദേഹം ഇത് പറയുമെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ച് പറയിക്കുന്നല്ലയോ. ഈ മാധ്യമ സംസ്കാരം നല്ലതാണോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. ആ ഒരു പ്രായമായ മനുഷ്യൻ്റെ അതെങ്ങനെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഈ ഒരു വാചകം വീഴ്ത്താമെന്ന് നോക്കി പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് പറയിക്കുന്നത്, അത് ശരിയായ മാധ്യമ പ്രവർത്തനം അല്ല എന്ന് എനിക്ക് പറയാം. അല്ല, അതിപ്പം നാളെ ക്യാബിനറ്റ് ഉണ്ടല്ലോ. ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് പോകുന്നതും ഞാൻ ഒരു ആയുർവേദ ചികിത്സാ പഠനവുമായിട്ട് ഒരാഴ്ചയായിട്ട് നിൽക്കാൻ വന്നതാണ്. പക്ഷേ ഇന്ന് ഇറങ്ങിയത് കുഞ്ഞിനെ കാണാനും ചിന്നക്കനാലിലേക്ക് പോയിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കുഞ്ഞിവിടെ ഉള്ളവർ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ വനവകുപ്പിന് നീക്കിവെച്ചത് വളരെ നിശ്ചയമായ തുകയാണ്. ആര് പറഞ്ഞു? രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിൽ പ്രഖ്യാപനം നടത്തി. നിങ്ങൾ പ്ലാൻ ഫണ്ട് കണ്ടോ? അല്ല, ഫണ്ട് നീക്കിവെച്ച കാര്യം പറഞ്ഞു. 7 കോടി മാത്രമാണ് അന്ന് നീക്കിവെച്ചത്. ഞാൻ പറയട്ടെ, അവസാന ബഡ്ജറ്റിൽ 100 കോടി പ്രഖ്യാപനം ഇതായിരുന്നു. ഈ വന്യമൃഗ ആക്രമണങ്ങളെ നേരിടാൻ 100 കോടി എന്നായിരുന്നു പ്രഖ്യാപനം. ഈ 70 കോടി വന്നത് എങ്ങനെയാണെന്നറിയാമോ? ആകെ ടോട്ടൽ വർദ്ധിപ്പിച്ചില്ല. മുൻകാലങ്ങളിലെ അതേ തുക തന്നെയാണ് വെച്ചത്. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ 100 എടുത്ത് ചിലവാക്കിക്കൊള്ളാനാണ് പറഞ്ഞത്. പക്ഷേ ഇത്തവണ അതല്ല, വ്യത്യസ്തമായി ഇത് ഫൈറ്റ് ചെയ്യണമെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഫൈറ്റ് ചെയ്യണമെങ്കിൽ 28 RRT എന്നുള്ള അടിയന്തരമായി 50 ആക്കണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുള്ള ഫണ്ട് ലഭ്യമാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.